നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാല. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. അന്ന് ഇങ്ങനെ സംഭവിക്കും എന്ന് അവസാന കാലഘട്ടങ്ങളിൽ. ഞാൻ നിങ്ങളുമായിരിക്കുന്ന കാലഘട്ടം അവസാന കാലഘട്ടം. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ കാലഘട്ടത്തിൽ എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. എല്ലാവരുടെയും മേൽ, ബാക്കിയില്ല, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടണം. കർത്താവായ യേശു ക്രിസ്തു ഇതിൻ്റെ തുടർച്ചയെന്നോണം ഈശോയും ഒരു പ്രവചനം നടത്തിയിട്ട് പോകുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് സഹായകനെ തരും. സഹായകൻ വരും. ഒരു കൺസോളറെ ദൈവം നമുക്ക് വേണ്ടി അയച്ചു. ഒരു സഹായകൻ. പ്രിയപ്പെട്ടവർ, ഈ സഹായകൻ വന്നു കഴിഞ്ഞു. ഈ സഹായകനെ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു. ഈ സഹായകൻ എന്നോട് കൂടെ ഉണ്ട്. ഈ സഹായകൻ എന്നിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സഹായകൻ എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഉള്ളിലുള്ള സഹായകൻ ഓപ്പൺ ആവുന്നില്ല. അല്ലെങ്കിൽ ഉള്ളിലുള്ള സഹായകൻ ഉള്ളിലായിരുന്നാൽ അതുകൊണ്ട് അതിനെ സഹായകൻ എന്ന് വിളിക്കില്ല. എന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നവൻ സഹായകനാണെങ്കിൽ എന്ത് പഠിപ്പിച്ചുവോ, നീ എന്ത് പഠിച്ചുവോ അത് നിന്നിൽ നിലനിൽക്കാനുള്ളതല്ല. നമ്മൾ ഏത് രംഗത്തേക്ക് വരണമെങ്കിലും, ഇപ്പോൾ ഒരു MBBS എടുത്ത് ഡോക്ടർ ആവണമെങ്കിലും, മറ്റേതെങ്കിലും എടുത്ത് എൻജിനീയർ ആണെങ്കിലും, ഒരു IAS ഓഫീസർ ആവണമെങ്കിലും, ഒരു പോലീസ് ഓഫീസർ ആവണമെങ്കിലും, മറ്റേത് ഫീൽഡിലേക്കാണെങ്കിലും ഒരു പഠനത്തിൻ്റെ കാലഘട്ടമുണ്ട്. ഈ കാലഘട്ടം, പഠനത്തിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ പഠിച്ചു, ഇത് പഠിച്ചാലേ എന്നിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലിരുന്നാൽ ഇവരുടെ സർവീസ് ആർക്കും ആവശ്യമില്ല. അത് വീട്ടിലിരിക്കത്തേ ഉള്ളൂ. പക്ഷേ ഇത് തന്നെ നീ വചനത്തിൻ്റെ കാര്യത്തിലെടുക്കണം. ഇത് തന്നെ നീ വചനത്തിൻ്റെ കാര്യത്തിലെടുക്ക. നീ വചനം പഠിച്ചോ, വീട്ടിലിരിക്കേണ്ടവനല്ല, വീട്ടിലിരിക്കേണ്ടവളല്ല. നീ പഠിച്ച വചനം, ആ വചനത്തെ കൊടുക്കാൻ ആവശ്യമായ വ്യക്തിയെയും നീ വചനം പഠിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വചനം പഠിച്ചപ്പോൾ, നീ വചനവുമായിട്ട് ജീവിക്കുമ്പോൾ ഈ വചനം സ്വീകരിക്കേണ്ട വ്യക്തി, നിന്നിൽ നിന്നും ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കേണ്ട വ്യക്തിയും ദൈവം നിനക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അതും നിന്നോട് കൂടെ തന്നെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം നിനക്ക് തന്നെയാണ്. ദൈവം അതിനെ നിനക്ക് തന്നിട്ടുണ്ട്. അതിനെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം നിനക്ക് തന്നെ, മറ്റാർക്കുമല്ല. അതിനെ നീ കണ്ടെത്തണം. അതിനെ കണ്ടെത്തണമെങ്കിൽ നീ ഇറങ്ങണം. നീ ഇറങ്ങണമെങ്കിൽ കർത്താവ് നിന്നെ അയക്കണം. കർത്താവ് നിന്നെ അയക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നീ വീണ്ടും തിരിച്ച് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് വചനം പഠിക്കണം. വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് നിങ്ങളിൽ നിറയുന്നത്. കാരണം വചനം ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. ഈ വചനത്തെ സ്വീകരിക്കാനും മാംസം ധരിക്കാനുമേ വചനത്തിന് പറയുള്ളൂ. കാണാതെ പഠിക്കുന്ന ലാഘവത്തോടെ വചനം പഠിച്ചാൽ അത് നിന്റെ ബുദ്ധിയിലുണ്ടാകും, പക്ഷേ നിന്റെ ഹൃദയത്തിലും ആത്മാവിലും ഉണ്ടാവത്തില്ല. അപ്പോൾ വചനം പഠിക്കുകയല്ല, വചനം മാംസം ധരിക്കാൻ ഇടവരുത്തണം. വചനം മാംസം ധരിക്കണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, യേശു പറഞ്ഞ കാര്യം നമ്മൾ സ്വീകരിക്കണം. നല്ല നിലമായിട്ട് ഞാനും നിങ്ങളും മാറണം. ഹല്ലേലൂയ. നല്ല നിലമായിട്ട് മാറാത്തിടത്തൊരിക്കലും വചനം മാംസം ധരിക്കില്ല. നല്ല നിലമാകണമെങ്കിലാണ് ഈ കല്ലും കട്ടകളൊക്കെ പെറുക്കി കളയണം. അവിടെ ഉഴുതു മറിക്കണം. കലപ്പ കൊണ്ടും മറ്റ് ആയുധങ്ങൾ കൊണ്ടും നീ കീറി മുറിയപ്പെട്ട് നിന്റെ കണ്ണുനീര് കൊണ്ട് നീ എന്ന് പറയുന്ന ഭൂമി നനഞ്ഞതിന് ശേഷം അവിടെ വിതയ്ക്കപ്പെടുന്ന വചനമാണ് 100 മേനി വിളവ് നിനക്ക് നൽകുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. 100, 60, 30 മേനി കർത്താവ് നിനക്ക് വിളവ് തരും. പ്രിയപ്പെട്ടവരെ, 100,
60, 30 മേനി നിനക്ക് വിളവ് തരും. എല്ലായിടത്തും 100 മേനിയുടെ ആവശ്യം ഇല്ല എന്നുള്ളതാ. അതുകൊണ്ടാണ് കർത്താവ് 60ൻ്റെയും 30ൻ്റെയും കണക്കുകൂടെ നമ്മളെ ഏൽപ്പിച്ചു എന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് 100 മേനി വിളവാ. കാരണം എന്താ? അധികം ലഭിച്ചവർക്കാണ് 100 മേനിയുടെ ആവശ്യമുള്ളൂ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു പക്ഷേ ജോലിയും ശുശ്രൂഷയും, ജോലിയും ഒരു വ്യക്തിയെ നേടണമെന്നുള്ള ആഗ്രഹവും രണ്ടും മിക്സ് ആയിരിക്കും. ഒരു ഫുൾ ടൈം മിനിസ്ട്രിയിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവിടെ 100 മേനി ഉറപ്പാ ഫലം കിട്ടും. പാർട്ട് ടൈം മിനിസ്ട്രി ചെയ്യുന്നവരുണ്ട് കർത്താവിന് വേണ്ടിയിട്ട്, അവിടെ 60 മേനി പോലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു വ്യക്തിയോടെങ്കിലും ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും കർത്താവിനെ കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്, അവിടെ 30 മതി. നിന്റെ വിളി എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചാണ് 100ഉം 30ഉം 60ഉം കിടക്കുന്നത്. ഒരു തലം ഇത്. മറ്റൊന്ന്, നിന്റെ അഭിഷേകം അനുസരിച്ചും 100ഉം 60ഉം 30ഉം മാറ്റപ്പെടും. 100ന് 100 മേനി വിളവ് കൊയ്യാൻ ആവശ്യമായിട്ടുള്ള വിത്തായിരിക്കണം ഞാൻ വിതയ്ക്കുന്നത്. അപ്പോൾ ആ വിത്ത് ആദ്യം എൻ്റെ കയ്യിൽ കിട്ടണം. നമ്മൾ ആ വചനം വായിക്കുമ്പോൾ വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? വിതക്കാരൻ ക്രിസ്തുവാണെന്നാ. വിതക്കാരൻ നമ്മൾ തന്നെയാണ് പ്രിയപ്പെട്ടവരെ. എന്നെ നിങ്ങളെയും വചനം ഈശോ ഏൽപ്പിച്ച് തന്നിട്ടുണ്ട് വിതയ്ക്കാനായിട്ട്. കയ്യിലുണ്ട്, നമ്മുടെ കയ്യിൽ ഈ വചനം കയ്യിൽ തന്നിട്ട് കർത്താവ് നമ്മളെ അയച്ച സ്ഥലങ്ങളാണ്. വഴിയരികിലേക്കും പാറപ്പുറത്തേക്കും മുള്ളുള്ളിടത്തേക്കും നല്ല നിലത്തേക്കും 4 സ്ഥലത്തേക്ക് ഈശോ നമ്മളെ അയച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും നല്ല നിലം നോക്കി നിൽക്കുക വിതയ്ക്കാനായിട്ട് പാടില്ല. പാറപ്പുറത്തേക്ക് നിങ്ങൾ പോകണം പ്രിയപ്പെട്ടവരെ. ആ പാറപ്പുറത്തെ നല്ല നിലമാക്കി മാറ്റിയിട്ട് അവിടെ വചനം വിതയ്ക്കാൻ പറ്റണം. അതിന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ ആ പണി ആയുധമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സഹനം എന്ന് പറയുന്ന അഭിഷേകം. നമ്മുടെ ജീവിതത്തിൽ സഹനമുണ്ടോ? നമ്മുടെ മുന്നിൽ വരുന്നത് ഏത് പാറയാണെങ്കിലും അതിനെ ഇടിച്ച് പൊട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള കൂടമായിട്ട് ദൈവം നമുക്ക് തന്ന സഹനത്തെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ദൈവം തന്ന സഹനത്തെ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ചാണ് അവിടെ 100 ആണോ 60 ആണോ 30 ആണോ എന്നുള്ളത് കർത്താവ് തീരുമാനിക്കുന്നത്. ഈ ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതും മറ്റൊന്നല്ല, നിന്നിലെ അവസാന നാളുകളിലേക്ക് എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ അയക്കും ആത്മാവിനെ എല്ലാവരുടെ മേൽ. വൃദ്ധന്മാര് സ്വപ്നങ്ങൾ കാണും. എന്താ സ്വപ്നം? വൃദ്ധന്റെ സ്വപ്നം എന്താ? എന്താ വൃദ്ധന്റെ സ്വപ്നം? എന്താ വൃദ്ധന്മാർ കാണുന്ന സ്വപ്നം? അവസാന നാളുകളിലുള്ള വൃദ്ധന്മാരുടെ സ്വപ്നം എന്താ പ്രിയപ്പെട്ടവരെ? കേട്ടില്ല? സ്വർഗത്തിൽ പോകണമെന്ന് പറയണത് സ്വാർത്ഥതയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിൽ പോകണം, എനിക്ക് സ്വർഗത്തിൽ പോകണം എന്ന് പറയുന്നത് സ്വാർത്ഥതയാ. കാരണം അവിടെ ഞാൻ മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ, ആണ് വിഷയം. ഞാൻ സ്വർഗത്തിൽ പോകാനായിട്ടുള്ളതെല്ലാം ഞാൻ കളക്ട് ചെയ്യാം. സ്വർഗത്തിൽ പോകാൻ നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത്, ആഗ്രഹിക്കരുത്. സ്വർഗത്തിൽ കയറ്റാൻ ആഗ്രഹിക്കുക ആരെങ്കിലൊക്കെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിച്ച എന്താണെന്നറിയോ? നമ്മൾ നന്മ മാത്രമേ ചെയ്യുള്ളൂ, സംഭവം ശരിയാ. അതല്ല ആഗ്രഹിക്കേണ്ടത്. സ്വർഗത്തിലേക്ക് ആത്മാക്കളെ നേടാൻ ആഗ്രഹിക്കുക. അതിനു വേണ്ടിയിട്ട് ഞാനില്ലാതാകുക. അതാ വിളി, അതാണ് അഭിഷേകം. സ്വർഗത്തിന് വേണ്ടി ആത്മാക്കളെ നേടിക്കൊടുക്കുക. സ്വർഗത്തിൽ വിശുദ്ധരുടെ എണ്ണം തികയുവോളമേ സമഭൂമിയിലുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ സ്വർഗത്തിന് വേണ്ടിയിട്ട് ആത്മാക്കളെ നമ്മൾ നേടിക്കൊടുക്കാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. അപ്പോൾ ഈ അവസാന നാളുകളിലേക്ക് കർത്താവ് നമ്മളെ അയച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? ജോയൽ പ്രവാചകൻ 2:28 ഒന്നും കൂടി വായിച്ചേ. ഒന്നാമത്തെ കാര്യം, എല്ലാവരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അപ്പോൾ ആത്മാവ് ആരുടെയാ? ദൈവത്തിൻ്റെ ആത്മാവിനെ ആര്? അവൻ തന്നെ വർഷിക്കും. ഉറപ്പ് തന്നിട്ടുണ്ട്. വാഗ്ദാനമാണ്. കർത്താവായ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ വാക്ക് മാറ്റില്ല. അവൻ വാക്ക് മാറ്റിയ ചരിത്രമില്ല. അവൻ വാക്ക് മാറ്റില്ല. ആത്മാവിനെ വർഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വർഷിക്കും. പിന്നെ കേട്ടില്ല? നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും.
ആരൊക്കെയാ പുത്രന്മാരും പുത്രിമാരും? ആ മക്കളും പെൺകുട്ടികളാണോ? ആണോ? ആരൊക്കെയാ പുത്രന്മാരും പുത്രിമാരും? ഒരപ്പന് ആൺമക്കളും ഉണ്ട്, പെൺമക്കളും ഉണ്ട്. അതാണോ? പിന്നെ ആരാ? ആരാ പുത്രൻ, ആരാ പുത്രി? ആരാ പുത്രനും ആരാണ് പുത്രിയും? അവസാന നാളുകളിൽ ആദ്യം പറഞ്ഞെന്താ? ഇങ്ങനെ സംഭവിക്കും. എങ്ങനെ? ഞാൻ എൻ്റെ ആത്മാവിനെ അവരുടെ മേൽ വർഷിക്കും. അപ്പോൾ വർഷിക്കും എന്ന് പറഞ്ഞാൽ അത് പ്രവചനമാണ്, നടക്കേണ്ടതാണ്. നടന്നിട്ടില്ല, നടക്കേണ്ടത്. അന്ന് നടന്നിട്ടില്ല, ഇന്ന് നടക്കുന്നു. അപ്പോൾ വർഷിക്കും എന്ന് പറഞ്ഞാൽ നടക്കും. അതിനുശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ആദ്യം പറഞ്ഞു അവസാന നാളുകളിൽ അന്ന് ഇങ്ങനെ സംഭവിക്കും. ഞാൻ എൻ്റെ ആത്മാവ്, നിങ്ങൾ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും, ഞാൻ എൻ്റെ ആത്മാവ്. അപ്പോൾ അവിടെ രണ്ട് ചേരിയായി. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ദൈവം അവിടെ രണ്ട് ചേരിയാക്കി. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതൊക്കെയാ രണ്ട് ചേരി? ഞാനും എൻ്റെ ആത്മാവും എന്ന് പറയുന്നത് ഒരു ചേരി പ്രദേശവും, നിങ്ങളും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും മറ്റൊരു ചേരിയിലും നിൽക്കുന്നവർ. അപ്പൊ ദൈവത്തിൻ്റെ ആത്മാവും നമ്മളും തമ്മിലുള്ള ആ ഒരു ദൂരം എത്രത്തോളം ഉണ്ട് അവിടെ? ഈശോ പറയുന്നതനുസരിച്ച്, വചനം പറയുന്നതനുസരിച്ച്, ജോയേൽ പ്രവചനം അനുസരിച്ച് ദൈവവും ദൈവത്തിൻ്റെ ആത്മാവും എന്ന് പറയുന്ന ഒരു തലത്തിൽ നിന്ന് നിങ്ങളും മീൻസ് നമ്മളും നമ്മുടെ പുത്രന്മാരും പുത്രിമാരും എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് എത്താനുള്ള ആ ഒരു ഡിസ്റ്റൻസ് എത്രയാ? ആ ഒരു ട്രാവലിംഗ് ഡിസ്റ്റൻസിൻ്റെ ദൂരം അളക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് സ്രോതസ് ഉപയോഗിച്ച് അതിനെ അളക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ? പറ. നിങ്ങൾ ഉറങ്ങാനാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയാൽ പോരെ? നിങ്ങൾ പറ. മര്യാദക്ക് ക്ലാസ് എടുക്കാൻ നിങ്ങളെ സമ്മതിക്കാത്ത ഇതെല്ലാം ഞാൻ തന്നെ പറയണ്ട. പക്ഷെ ഞാൻ പറയാന്നിട്ടാ. കാരണം എന്താണെന്നറിയാം, നിങ്ങൾ നല്ല ഉറക്കം ഇപ്പോഴും. അതല്ല ഞാൻ ചോദിച്ചത്. പരിശുദ്ധാത്മാവ് ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും വാഗ്ദാനം ചെയ്തു. അപ്പൊ ഞാനും എൻ്റെ ആത്മാവും ഒരു സ്ഥലത്ത് നിൽക്കുക, നിങ്ങളും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും മറു സ്ഥലത്ത് നിൽക്കുക. ഇവിടെ നിന്ന് ആത്മാവ് വർഷിച്ച് ഇവിടെ എത്താനുള്ള ദൂരമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും. ഈ നിങ്ങളെന്ന് പറയുമ്പോൾ ഞാനെന്ന് പറയുമ്പോൾ രണ്ടും രണ്ട് വശത്തായി, രണ്ടും രണ്ട് ഭാഗത്തേക്കായെങ്കിൽ ഇതിനെ തമ്മിൽ കൂട്ടിമുട്ടിക്കണം. ഞാനും എൻ്റെ ആത്മാവും നിങ്ങളും നിങ്ങളുടെ മക്കളും തമ്മിൽ കൂട്ടിമുട്ടണം. ഞാനും എൻ്റെ ആത്മാവും നിങ്ങളും നിങ്ങളുടെ മക്കളും. അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് നിങ്ങളും തമ്മിൽ കൂട്ടിമുട്ടുക, എൻ്റെ ആത്മാവും നിങ്ങളുടെ മക്കളും തമ്മിൽ കൂട്ടിമുട്ടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം ഞാൻ എന്ന് പറയുന്ന ദൈവവും പിന്നെ നിങ്ങൾ എന്ന് പറയുന്ന പുത്രന്മാരും പുത്രിമാരും എന്ന് പറയുമ്പോൾ നിങ്ങൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്നവരും പിതാവായ ദൈവവുമായിട്ട് കൂട്ടിമുട്ടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവും നിങ്ങളുടെ മക്കളുമായിട്ടൊരു കൂട്ടിമുട്ടലുണ്ട്. അപ്പം അതിന് എന്ത് പറയാൻ പറ്റും നമുക്കതിനെ? എന്ത് പറയാൻ പറ്റും അതിനെ? ഞാൻ ഹോംവർക്കായിട്ട് തന്നിട്ട് ഞാൻ പോവും. അപ്പം അതിനെന്ത് പറയാൻ പറ്റും? ഞാൻ എൻ്റെ ആത്മാവിനെ അവസാന നാളുകളിൽ ഇങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവ് വർഷിക്കപ്പെടും വാഗ്ദാനം ചെയ്തു. അന്ന് ഇങ്ങനെ സംഭവിക്കും. എൻ്റെ ആത്മാവും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും എന്ന് പറയുമ്പോൾ ഇതിനെ സ്വീകരിക്കാനായിട്ട് ആദ്യം തിരുത്തപ്പെടേണ്ട മേഖല ഏതാ? ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ, പിതാവ് പുത്രൻ അയക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമെങ്കിൽ തിരുത്തപ്പെടേണ്ട മേഖല ഏതാ?
ഏത് മേഖലയാ? ഇതിന് നടുക്കിടയിൽ ഈ പറയുന്ന തിരുത്തലിന് വേണ്ടി ദൈവം അയച്ചിരിക്കുന്നത് എന്തിനെയാ? കർത്താവായ യേശു ക്രിസ്തുവിനെ അയച്ചു. എപ്പോൾ അയച്ചു? എപ്പോൾ അയച്ചത്? വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുന്നതിന് മുന്നേ പിതാവായ ദൈവം ആദ്യത്തെ അയക്കല് കർത്താവ് ഒരു ബ്രിഡ്ജ് പണിതിട്ടിരിക്കുക. ഈ ബ്രിഡ്ജ് വഴി കർത്താവ് പണിത ബ്രിഡ്ജിൽ പ്രിയപ്പെട്ടവരെ ഈ ഈശോ കിടക്കുന്നുണ്ട്. ആ ബ്രിഡ്ജാണ് വിശുദ്ധ കുരിശ്. ആമേൻ, ഹല്ലേലൂയ. ഈ ഒരു പാലത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തു നടന്നു വന്നു. നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ പാലത്തിൻ്റെ പ്രത്യേകത 4 എൻട്രൻസ് ഉള്ള പാലമാണ്. സാധാരണ നമ്മളൊരു പാലം കയറിയാൽ ഒരു അറ്റത്ത് നിന്ന് കയറി മറ്റേ അറ്റത്ത് ഇറങ്ങും. കർത്താവിൻ്റെ കുരിശിൻ്റെ പാലം എന്ന് പറയുന്നത് 4 ദിക്കിലേക്ക് ആ പാലം വിരൽ ചൂണ്ടുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ആ പാലത്തിലേക്ക് കിടക്കുമ്പോൾ കർത്താവിൻ്റെ ശിരസ് ഒരു ദിക്കിലേക്കും ഇരുകൈകൾ 2 ദിക്കിലേക്കും കാൽപാദം ഒരു ദിക്കിലേക്കുമായിട്ട് കിടക്കുന്നുണ്ട്. 4 ദിക്കിലേക്കും കർത്താവായ ദൈവം തന്നെ അയച്ചു. ആ പാലത്തിലൂടെ 4 ദിക്കിലേക്കും രക്ഷയുടെ വചനം എങ്ങനെ? വിശുദ്ധ കുരിശിലൂടെ. ഈ വിശുദ്ധ കുരിശിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? 3 തരത്തിലും കുരിശുണ്ട്. കാൽവരിയിൽ നാട്ടപ്പെട്ട കുരിശ് 3. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശും ബാക്കി 2 ഒരു അനുതാപത്തിന്റെ ഒരു തള്ളിപ്പറയലിന്റെ കുരിശും കാൽവരിയിൽ തന്നെ നാട്ടപ്പെട്ടിട്ടുണ്ട്. അതിനുകൊണ്ട് ഇതുപോലെ 4 അറ്റം. അപ്പോൾ ഈ നാട്ടപ്പെട്ട കുരിശും ബാക്കി 2 കുരിശും നമ്മൾ എടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം എനിക്ക് തന്ന അഭിഷേകം, അത് അഭിഷേകമല്ലെങ്കിൽ ദൈവം എനിക്ക് തന്ന സഹനം, പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ എൻ്റെ ജീവിതം കൊണ്ട് അവനെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്കും ദൈവം എനിക്ക് തന്ന സഹനം ഒരു പക്ഷേ എൻ്റെ ആത്മാവിന് ദൈവത്തിന് നേടിക്കൊടുക്കത്തക്ക രീതിയിൽ, അനേകം ആത്മാക്കളെ ദൈവത്തിന് നേടിക്കൊടുക്കത്തക്ക രീതിയിൽ അഭിഷേകമായിട്ടും എൻ്റെ കുരിശിനെ എനിക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ ഈ രക്ഷയുടെ കുരിശ് എന്ന് പറയുന്ന പാലത്തിലൂടെ കർത്താവായ ദൈവം അവസാന നാൾ, അതായത് ഈ കാലഘട്ടത്തിലേക്ക് വേണ്ടിയിട്ട് തൻ്റെ പുത്രനെ ഇടയ്ക്ക് അയക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാ? മനുഷ്യരുടെ പാപങ്ങളിൽ നിന്ന് അവരെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ പുത്രനെ ബലിയായിട്ട് അവൻ നമുക്ക് വേണ്ടി തന്നു. ഈ ബലിയായിട്ട് തന്ന പുത്രനെ സ്വീകരിക്കാൻ വേണ്ടി കർത്താവായ ദൈവം സ്വപുത്രനെ തന്നെ വെട്ടി നുറുക്കി കൊന്നു കുഴിച്ചു മൂടാൻ വിട്ടുകൊടുത്തു. അവൻ വന്നു ഈ ലോകത്തില് സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് വേണ്ടി കുരിശില് യാഗമായി മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. അതുവരെ മനുഷ്യൻ ചെയ്തു കൊടുത്തു കർത്താവിന്. എന്തൊക്കെ ചെയ്തു കൊടുത്തു കർത്താവിനെ ആദ്യം മുതൽ നിങ്ങളെടുത്ത് ഗെത്സമേൻ മുതൽ അങ്ങോട്ട് കർത്താവിന് ചെയ്തു കൊടുത്തത് കംപ്ലീറ്റ് ഒന്നും, ബാക്കിയുള്ളതെല്ലാം ഈശോ ചെയ്തിട്ടുള്ളൂ. 30 വർഷക്കാലം ഈശോ പരിശുദ്ധ അമ്മയോടുകൂടെ ജീവിച്ചു. ഈശോ തന്നെ എല്ലാം ചെയ്തു പരിശുദ്ധ അമ്മയോടൊത്ത്. 3 വർഷക്കാലം വീണ്ടും ഈശോ ജീവിച്ചു. അവിടെയും ഈശോ തന്നെ എല്ലാം ചെയ്തു. ദൈവം മനുഷ്യന് എന്തെങ്കിലും ചെയ്തു കൊടുത്തപ്പോഴാ? ഗെത്സമേനി മുതൽ ഗാഗുൽത്തായിലെ കുന്തമുന വരെ മനുഷ്യൻ ദൈവത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുള്ളൂ. എന്തെങ്കിലും അതിനകത്ത് നന്മ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഹല്ലേലൂയ. അതാണ് നമ്മൾ ക്രിസ്ത്യാനികൾ. ബാക്കിയൊക്കെ ദൈവം ഈ ഭൂമിയിലേക്ക് വന്നിട്ട് തനിയെ ചെയ്തു. നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തപ്പോ തൊട്ടാ ഗെത്സമേനി മുതല നമ്മുടെ പാർട്ടിസിപ്പേഷൻ വരുന്നുള്ളൂ. ദൈവത്തിന്റെ ജീവിതത്തില് മനുഷ്യന്റെ പാർട്ടിസിപ്പേഷൻ എപ്പോഴാ വരുന്നേ? ഗെത്സമേനി മുതല് അടക്കിയത് വരെ, അതിലേക്കാ വരുന്നേ. ഗെത്സമേനി മുതല് അടക്കിയത് വരെയേ ദൈവത്തിൻ്റെ ഈ ലോക ജീവിതത്തിൽ മനുഷ്യൻ്റെ പാർട്ടിസിപ്പേഷനുള്ളൂ. ഒന്നിനുമില്ല, വേറെ ഒന്നിനുമില്ല. പരിശുദ്ധ അമ്മയോട് പോലും പറഞ്ഞെന്താ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അതായത് ഒരു കുഞ്ഞ് രക്ഷകൻ ഭൂമിയിൽ അവതരിക്കാൻ ഒരു അമ്മയുടെ ഉദരത്തിലേക്ക് ഒരു സൃഷ്ടികർമ്മത്തിന് പോലും അമ്മയോട് പറഞ്ഞെന്താ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. യോസേപ്പ് പിതാവിനോട് പറഞ്ഞെന്താ?
ഔസേപ്പിതാവിനോട് ഈ ദൈവമായ കർത്താവ് എന്ത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത്? ഒരു വാക്ക് മിണ്ടാൻ ആ പാവത്തിനെ സമ്മതിച്ചിട്ടുണ്ടോ ബൈബിളില്? ഒരു വാക്ക്. ഒന്നുമില്ലെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പനല്ലേ, വളർത്തു പിതാവല്ലേ, ഒരു വാക്ക് മിണ്ടായിരുന്നല്ലോ. സമ്മതിച്ചോ? സമ്മതിച്ചില്ല. ഒരു വാക്ക് പോലും മിണ്ടാതെ അനുസരണം മാത്രം കാണിച്ചു തന്നു പോയില്ലേ പ്രിയപ്പെട്ട അപ്പന്മാരെ? നമ്മളെന്തൊക്കെ പറയും? അവിടെയും കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന രക്ഷകനായ ദൈവം അവതരിച്ചപ്പോൾ അവിടെ പോലും യാതൊരു തരത്തിലൊരു റോളും ഒരാൾക്കും ദൈവമായ കർത്താവ് കൊടുത്തില്ല. നീ അമ്മയെയും കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് യാത്ര പുറപ്പെടുക, ഞാൻ പറയുന്നിടത്തോളം കാലം ഇന്ന സ്ഥലത്ത് വസിക്കും. അവളെ സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട, കാരണം അവള് ഗർഭിണിയായത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഓക്കെ, അവിടെയും ഓക്കെ, ഇവിടെയും ഓക്കെ, എല്ലായിടത്തും ഓക്കെ പറഞ്ഞവനാ വിശുദ്ധ യോസേപ്പ്. അവിടുന്ന് ഇങ്ങോട്ട് അമ്മയോട് കൂടെ ജീവിച്ചു. അമ്മയോട് കൂടെ ജീവിച്ച് 30 വർഷം എത്തി. 30 കഴിഞ്ഞിട്ട് പിന്നെ പരസ്യ ജീവിതത്തിലേക്ക് കയറി ശിഷ്യന്മാരെ കൂടെ കൂട്ടി. അവർക്കും എല്ലാം കൊടുത്ത് വിഭജിച്ച് കൊടുത്ത് അവസാനം ടൈം കഴിഞ്ഞു, സമയം പൂർത്തിയായി, മനുഷ്യപുത്രൻ ഏൽപ്പിക്കപ്പെടും എന്ന് പറഞ്ഞ ആ സെക്കൻഡിൽ എല്ലാം പോയതല്ല, ദൈവം മാറ്റി. ഗെത്സമേനി എത്തി. അവിടം തൊട്ട് അങ്ങോട്ടാണ് ദൈവത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ മനുഷ്യരുടെ ഹെൽപ്പ് ആവശ്യം വന്നത്. അവിടെ മനുഷ്യൻ ഹെൽപ്പ് ചെയ്യാൻ വന്ന വരവാണ് അവനെ കൊണ്ട് അടക്കിയത് വരെ. അവനെ കൊണ്ട് കല്ലറയിൽ അടക്കണത് വരെ ദൈവം മനുഷ്യനെ സഹായിച്ചു. രക്ഷാകര കർമ്മത്തിൽ മനുഷ്യൻ്റെ റോള് കിടക്കുന്ന സ്ഥലമാണ്. മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിൽ അവതരിച്ചപ്പോൾ അതിലും മനുഷ്യൻ്റെ കുറച്ച് റോൾ ആവശ്യമുണ്ടായിരുന്നു പിതാവായ ദൈവത്തിന്. അതിനുവേണ്ടി അവൻ തിരഞ്ഞെടുത്ത ഞാനും നിങ്ങളും നമ്മുടെ റോള് ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ആരും കുറ്റം പറയാത്ത രീതിയിൽ കർത്താവിനെ അവതരിപ്പിച്ച് കൊണ്ടുപോയി നിർത്തിയില്ലേ? എന്ത് ഭംഗിയായിട്ട് നമ്മൾ നമ്മുടെ റോൾ എടുത്ത് അവൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ബാക്കി വെച്ചോ നമ്മൾ മുറിവേൽപ്പിക്കാതെ? കംപ്ലീറ്റ് മുറിവേൽപ്പിച്ചല്ലേ മനുഷ്യരെ? അത്രയും നമ്മൾ ചെയ്ത് ഭംഗിയാക്കി കർത്താവിൻ്റെ ശരീരത്തെ കൊടുത്തില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മൾ കൊടുത്തില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിദേശത്തായിരുന്നു ശുശ്രൂഷ. അപ്പോൾ അവിടെ ഒരു ശുശ്രൂഷകൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു, ബ്രദറെ, ഞാൻ വിശുദ്ധ നാട് പോയപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ചൊരു സ്ഥലമുണ്ട്. ഞാൻ വിശുദ്ധ നാട് പോയിട്ടില്ല കേട്ടോ. അവിടെ കർത്താവിനെ പീഡിപ്പിക്കാൻ വിട്ടുകൊടുത്തതിന് ശേഷം ഒരു കിടങ്ങുണ്ട്. ആ കിടങ്ങിനകത്തേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങി കിടക്കണം കർത്താവ്. ഊർന്നിറങ്ങി കിടക്കുമ്പോൾ കർത്താവിൻ്റെ കൈ രണ്ടും മുകളിലും ഈ ഒരു ഹോളിലൂടെ കർത്താവിൻ്റെ കാലിട്ട് താഴേക്കോ തല മുകളിലാണ് കെട്ടി തൂക്കിയിട്ടിരിക്കുക. കയ്യിൽ കെട്ടിയിട്ട് കർത്താവിനെ തൂക്കിയിടുന്നു. തൂക്കിയിട്ടിട്ട് ഈശോയുടെ അതേ വെയിറ്റ് ഉള്ള കല്ലോ മറ്റെന്തെങ്കിലും കർത്താവിൻ്റെ കാലിൽ കെട്ടിയിട്ടിട്ട് താഴത്തേക്ക് തൂക്കിയിട്ട് വെച്ചത്. ഒരു ഫുൾ നൈറ്റ്. നമ്മൾ നോക്കുമ്പോൾ കർത്താവ് കുരിശേ കിടക്കുന്നുണ്ട്. 2-3 സ്ക്രാച്ചസേ ഉള്ളൂ. കാലിൽ തൂക്കി, കാലിൽ ഈശോയോളം വെയിറ്റുള്ള ഭാരം കാലിൽ തൂക്കി കർത്താവിനെ കിടങ്ങിനകത്തൂടെ തൂക്കിയിട്ടിരിക്കുക. അടുത്തത് എന്തെന്നറിയാൻ വേണ്ടിയിട്ട് വിധി പ്രസ്താവിക്കുന്നത് വരെ. കർത്താവിന് വെറുതെ എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് പീഡിപ്പിക്കാൻ വിട്ടുകൊടുത്ത നമ്മൾ ബാക്കി നീ അവിടെ ഇരിക്ക എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുകയല്ല ചെയ്തത്. അവിടെയും ദൈവത്തെ വിട്ടില്ല, കാലിൽ കെട്ടി തൂക്കിയിട്ടെന്നാ പറയണേ. എന്നിട്ട് ഈ മനുഷ്യൻ ഈ എന്നോട് പറഞ്ഞ ഈ ശുശ്രൂഷകൻ എന്ന് കരയാ അത് പറഞ്ഞിട്ട്. നമ്മൾ എന്നിട്ടും നമ്മൾ പഠിച്ചില്ലല്ലോ ബ്രദറെ എന്നാ എന്നോട് പറഞ്ഞത്. നമ്മൾ എന്നിട്ടും പഠിച്ചിട്ടുണ്ടോ? എന്നിട്ടും നമുക്ക് മതിയായോ അവനെ പീഡിപ്പിച്ചിട്ടെന്നാ ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവം സഹിച്ചതിൻ്റെ മാക്സിമം കർത്താവ് സഹിക്കാനായിട്ട് അവൻ മനുഷ്യനെ തന്നെ തിരഞ്ഞെടുത്തില്ല. ഞാനും നിങ്ങളും തന്നെ അവനെ പീഡിപ്പിച്ച് അവസാനം കല്ലറയിൽ അടക്കുന്നത് വരെ നമ്മൾ അതുവരെ ചെയ്തു. അവസാനം അതിനുശേഷം അവിടെ കൊണ്ട് കാവൽ നിർത്തി. അതുവരെയാണ് നമ്മളുടെ റോള് കിടക്കുന്നത്. ദൈവം ഭൂമിയിലേക്ക് വന്നപ്പോൾ നമ്മളെടുത്ത റോള് ഗെത്സമേനി മുതൽ കർത്താവിൻ്റെ കല്ലറ വരെയാണ്. മരിച്ചതിന് ശേഷം കുത്തിയത് വല്ലയിടത്തും കേട്ടിട്ടുണ്ടോ? അതും യേശുവിനോട് ചെയ്തില്ലേ? ടെററിസ്റ്റ് പോലും ISS ഭീകരർ പോലും ക്രിസ്ത്യാനികളെ പിടിച്ചാൽ മരിച്ച ശേഷം അവർ വിടും.
നമ്മൾ ഈശോനെ വിട്ടോ? മരിച്ചതിന് ശേഷം കുത്തിയില്ലേ? അവസാനത്തത് പോരണമെങ്കിൽ പോരട്ടെന്ന് ഓർത്ത് അവിടെയും നമ്മൾ വിടുന്നില്ല ദൈവത്തെ. അത്രയും നമ്മൾ സഹിപ്പിച്ചിട്ടുണ്ട് അവനെ. എന്നിട്ടും അവൻ ഉരിയാടിയിട്ടില്ല. എന്നിട്ടും അവനൊന്നും പറഞ്ഞില്ല. അവൻ അപ്പോഴും പറഞ്ഞ ഒറ്റൊരു കാര്യമുള്ളൂ, ഇവര് ചെയ്യുന്നത് എന്താന്ന് ഇവർക്ക് അറിഞ്ഞൂടാ. ഇവര് ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് അറിഞ്ഞൂടാ. ഹല്ലേലൂയാ, അഭിഷേകത്തോടെ ഹല്ലേലൂയാ. അപ്പോ അവസാന നാളുകളിൽ ജോയൽ പ്രവാചകൻ പറഞ്ഞ ഈ ഒരു അഭിഷേകത്തെ സ്വീകരിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ഈ രക്ഷാകര കർമ്മത്തിലൂടെ നമ്മൾ കടന്നു പോകണം. ക്രിസ്തുവിൻ്റെ രക്ഷാകര കർമ്മത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൽ ഞാനും നിങ്ങളും ചെയ്ത ആ ഒരു പാട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗം, അവിടം തൊട്ട് നമ്മൾ കടക്കണം. അവിടെ മുതൽ വേണം നമ്മൾ പരിശുദ്ധാത്മ അഭിഷേകത്തെ സ്വീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെന്ന് നിൽക്കേണ്ട സ്ഥലം ഗെത്സമേനിയിലാണ്. രക്തം വിയർത്ത ഗെത്സമേനിയിൽ നിങ്ങൾ ചെന്ന് നിൽക്കണം. അവിടെ നിന്നാണ് ക്രിസ്ത്യാനി നിന്റെ പ്രാർത്ഥന നീ ആരംഭിക്കേണ്ടത്, അല്ലാതെ ക്രിസ്തുമസിനല്ല. നീ നിന്റെ പ്രാർത്ഥന ആരംഭിക്കേണ്ടത് ഗെത്സമേനിയിൽ ചെന്ന് നിന്ന് ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്തോ അവിടെ മുതൽ നീ നിന്റെ പ്രാർത്ഥന ആരംഭിക്കണം. അവിടെ മുതൽ നീ പ്രാർത്ഥന ആരംഭിച്ച് വന്ന് കല്ലറ എത്തി, കല്ലറയിൽ നിന്ന് വീണ്ടും നീ ചെന്ന് നീ നിൽക്കണം യേശുവിൻ്റെ അടുത്ത്. എവിടെ? ഉദ്ധിതനാകുമ്പോൾ നീ ചെന്ന് അവൻ്റെ മുന്നിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഈ യാത്രയ്ക്കുള്ളിൽ നിന്നിൽ നിന്ന് 7 അശുദ്ധാത്മാക്കൾ പുറത്താക്കപ്പെട്ടിട്ടുണ്ടാകണം. അതായത് നീ നിന്നിലുള്ള 7 പാപാവസ്ഥകളെ വെറുത്ത് ഉപേക്ഷിച്ചിട്ടുണ്ടാകണം. ഗെത്സമേനി മുതൽ കല്ലറ വരെയുള്ള നിന്റെ യാത്രയിൽ നീ 7 പാപാവസ്ഥകളെ നീ ഉപേക്ഷിച്ചിട്ടുണ്ടോ? കർത്താവ് ഉയർക്കുമ്പോൾ ആദ്യം നിന്റെ മുന്നിൽ വന്ന് നിൽക്കും അവൻ. ഹല്ലേലൂയാ, അഭിഷേകത്തോടെ ഹല്ലേലൂയാ, വിശ്വാസത്തോടെ ഹല്ലേലൂയാ, അഭിഷേകത്തോടെ ഹല്ലേലൂയാ. ഈശോ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ എൻ്റെ മുന്നിൽ അവൻ കടന്നു വരണമെങ്കിൽ, എനിക്കവൻ ദർശനം തരണമെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, അതിന് ഞാൻ ഗെത്സമേനി മുതൽ എൻ്റെ പ്രാർത്ഥന ആരംഭിക്കണം. എവിടം മുതൽ ഞാൻ അവനെ പീഡിപ്പിച്ചുവോ അവിടം തൊട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥന ആരംഭിക്കണം. എവിടം മുതൽ ഞാൻ എൻ്റെ കർത്താവിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ, എത്ര വർഷമായിട്ട് ഞാൻ എൻ്റെ രക്ഷകനെ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ അവിടം മുതൽ എൻ്റെ പ്രാർത്ഥന ജീവിതം ആരംഭിക്കണം. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞാൻ സ്വീകരിക്കാൻ വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ ഞാൻ സ്വീകരിക്കാൻ വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞാൻ ജീവിക്കാൻ വേണ്ടി. അതല്ലാതെ ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ട് പരിശുദ്ധാത്മാവിനെ കൊണ്ട് പോകാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്, നടക്കില്ല. ഇവിടെ നിന്ന് തന്നെയല്ല, ഒരിടത്തും ഒരു ശുശ്രൂഷകൻ്റെ കയ്യിലിരിക്കുന്നതല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. മറിച്ച് നിന്റെ യോഗ്യതയ്ക്കനുസരിച്ച് സ്വർഗത്തിൻ്റെ കനിവ് നിന്റെ മേൽ കടന്ന് വരണം. ഹല്ലേലൂയാ, അഭിഷേകത്തോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഗെത്സമേനിയിൽ നിന്ന് ഞാൻ തുടങ്ങിയാൽ കല്ലറയിൽ ഞാൻ എത്തി നിൽക്കുന്ന പ്രാർത്ഥനയാണ് അനുദിനം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നീ സ്വീകരിക്കേണ്ട പ്രാർത്ഥന. അനുദിനം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ, അന്നൊന്നു വേണ്ടുന്ന ആഹാരം സ്വീകരിക്കാൻ നീ ചെയ്യേണ്ട പ്രാർത്ഥന ഗെത്സമേനിയിൽ തുടങ്ങുന്ന പ്രാർത്ഥന, കല്ലറയിൽ അവസാനിക്കുന്ന പ്രാർത്ഥന. ഗെത്സമേനിയിലാണ് യഥാർത്ഥത്തിൽ ഈശോ നമ്മെ പ്രാർത്ഥന പഠിപ്പിച്ചത്. ഏത് തരത്തിൽ? 1 മണിക്കൂർ പ്രയർ കർത്താവ് നമ്മെ പഠിപ്പിച്ചു. ഗെത്സമേനിയിലാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥന. അതായത് ഏത് പൈശാചിക മണ്ഡലത്തിലാണോ നമ്മൾ നിൽക്കുന്നത് ആ മണ്ഡലം ബ്രേക്ക് ചെയ്യണമെങ്കിൽ 1 മണിക്കൂറത്തെ പ്രാർത്ഥന മതി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഏത് സാത്താനിക മണ്ഡലത്തെയും ഭേദിക്കുന്ന പ്രാർത്ഥനയാണ് 1 hour prayer. 1 മണിക്കൂർ തുടർച്ചയായിട്ടൊരു വ്യക്തി പ്രാർത്ഥിച്ചാൽ അവനെ കീഴടക്കുന്ന ഏത് പൈശാചിക മണ്ഡലത്തെയും പ്രലോഭനത്തെയും ബ്രേക്ക് ചെയ്യാൻ 1 മണിക്കൂർ തുടർച്ചയായിട്ടുള്ള പ്രാർത്ഥന മതി. ഏത് തിന്മയുടെ ശക്തിയെയും അവനവന് തന്നെ, അവനവനിലുള്ള ഏത് തിന്മയുടെ ശക്തിയെയും ഏത് പ്രതികൂല പ്രലോഭന സാഹചര്യങ്ങളെയും പിടിച്ചു കെട്ടാൻ 1 hour prayer മതി. ഹല്ലേലൂയാ. അത് ആദ്യത്തെ പ്രാർത്ഥന. ആദ്യത്തെ പ്രാർത്ഥന ഗെത്സമേനിയിൽ 1 മണിക്കൂർ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കർത്താവിനെ കൊണ്ടുപോയിട്ട് വിധിക്കുന്നുണ്ട്,
മരണത്തിന് വിധിക്കപ്പെടുന്ന കുരിശിൻ്റെ വഴിയിലെ ഒന്നാം സ്ഥലത്ത് തുടങ്ങണം. കുരിശിൻ്റെ വഴിയിലെ ഒന്നാം സ്ഥലത്ത് തുടങ്ങണം പ്രിയപ്പെട്ടവരെ. അവിടെ മരണത്തിന് വിധിക്കപ്പെടാനായിട്ട് കർത്താവ് നിന്നു കൊടുത്തപ്പോൾ ഞാൻ വിധിച്ചു. അപ്പോൾ അവിടെ ഈശോ ചെയ്തൊരു പ്രാർത്ഥനയുണ്ട്. അവിടെ ചെയ്ത രണ്ടാമത് ഈശോ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നിശബ്ദതയുടെ പ്രാർത്ഥന. ഞാൻ എപ്പോഴും പറയും, ആത്മാവിന് ദൈവത്തോട് സംസാരിക്കാൻ ഒരു ഭാഷ ആവശ്യമുണ്ടെങ്കിൽ ആ ഭാഷയാണ് സൈലൻസ്. ഈശോ അവിടെ ആത്മാവിൽ നിശബ്ദനായിട്ട് വിധിച്ചപ്പോൾ ഒന്നും ഉരിയാടിയില്ല, ഒന്നും മിണ്ടിയില്ല. അവന് പറയാനും അവന് നിരത്താനും ഒത്തിരി ന്യായവാദങ്ങളുണ്ട്. ഒരത്ഭുതം അവിടെ ചെയ്ത് കാണിച്ചു കൊടുത്താൽ 4 കോടതിയും അവൻ്റെ മുന്നിൽ മുട്ടുമടക്കും. ഒറ്റ ഒരു അത്ഭുതം ചെയ്താൽ മതി. ഇത്രയേറെ അത്ഭുതങ്ങൾ ചെയ്ത് ലാസറിനെ ഉയർപ്പിച്ചവൻ, നായിം പട്ടണത്തിലെ വിധവയുടെ പുത്രന് ജീവൻ കൊടുത്തവനാണോ അത്ഭുതം പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ട്? യേശു ചില സമയങ്ങളിലും ചില അവസരങ്ങളിലും നമ്മുടെ അഭിഷേകത്തെ അല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെയും ഉപയോഗിക്കരുത്. മൗനം പാലിക്കേണ്ട ചില അവസരങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ആത്മീയ ജീവിതത്തിൽ എല്ലായിടത്തും കയറി പ്രാർത്ഥന അപ്ലൈ ചെയ്യരുത്. നിന്റെ അഭിഷേകത്തെ അത് തല്ലിക്കെടുത്താൻ ഉപകരിക്കത്തുള്ളൂ. ക്രിസ്തുവിന് അഭിഷേകവും അധികാരവും ഉപയോഗിക്കാവുന്ന പല സന്ദർഭങ്ങളിലും അവൻ മൗനം പാലിച്ചിട്ടുണ്ട്. ക്രിസ്തുവിനെ പിടിച്ചു കെട്ടാൻ നോക്കിയപ്പോഴും അതിനു മുൻപും സമയത്തിന് മുൻപ് കർത്താവിനെ പിടിച്ച് ബന്ധിക്കാൻ ആലോചിച്ചപ്പോൾ കർത്താവ് അവിടെ പിടിച്ച് നിന്നത് എങ്ങനെയാ? ഒഴിഞ്ഞു മാറിക്കൊണ്ടാ. ഈശോ അവരുടെ ഇടയിലൂടെ സഞ്ചരിച്ച് അവിടെ നിന്നും വിട്ടുപോയി എന്ന് വചനം എഴുതി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? എല്ലായിടത്തും എൻ്റെ പ്രാർത്ഥന അപ്ലൈ ചെയ്യാനുള്ളതല്ല, എല്ലായിടത്തും എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ പ്രയോഗിക്കാനുള്ളതല്ല. ഞാൻ മൗനം പാലിക്കേണ്ടിടത്ത് മൗനം തന്നെ വേണം. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. എവിടെയെല്ലാം എന്നിൽ നിന്ന് എൻ്റെ കർത്താവ് നിശബ്ദത ആഗ്രഹിക്കുന്നുണ്ടോ, നീ എത്ര അഭിഷേകം സ്വീകരിച്ചവനും അഭിഷേകം സ്വീകരിച്ചവളുമാണെങ്കിലും ചില സമയത്തെല്ലാം ഒന്നും അറിയാത്തവനെ പോലെ കർത്താവിൻ്റെ മുൻപിൽ ഇരുന്നു കൊടുക്കണം. അതാണ് ശുശ്രൂഷകന് ദൈവം കൊടുക്കുന്ന സഹനം. നിന്നിലുള്ളതൊന്നും നിനക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സമയം വരും. ശുശ്രൂഷകന് നിന്നിലുള്ള എല്ലാ കൃപകളും നിന്നിലുണ്ടായിരിക്കെ അതിൻ്റെ ഒരംശം പോലും നിനക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സമയം നീ ശുശ്രൂഷ ജീവിതത്തിലാണോ? നിനക്കുണ്ടാവും. അന്ന് നീ ചിന്തിക്കും, അന്ന് നിന്റെ വീട്ടുകാരും നാട്ടുകാരും നിന്നെ കുറ്റം പറയും. കിട്ടിയ കൃപകളൊക്കെ എവിടെ? ഒന്ന് ഉപയോഗിക്കുക, കാണിച്ചു എന്ന് പറയും. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ശുശ്രൂഷകന്റെ ജീവിതത്തിൽ ദൈവം വെച്ച് തരും. മിണ്ടരുത്, മിണ്ടരുത്, മിണ്ടരുത്. ഈശോ നിന്നില്ലേ വിധിക്കപ്പെട്ടപ്പോ? മിണ്ടിയോ? അതിന് അത്ഭുതം പ്രവർത്തിച്ച് രക്ഷപ്പെടാൻ പാടില്ലേ? രക്ഷപ്പെട്ടോ? ഇല്ല. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ രണ്ടാമത്തെ തലമ നിന്നെ ബന്ധിച്ചു കഴിഞ്ഞ് നിന്നെ കൊണ്ടുപോകും വിധിക്കാനായിട്ട്. മിണ്ടരുത്. വീണ്ടും നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി 2-3 സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ് 4-ാം സ്ഥലത്ത് നമ്മളെത്തും. 4-ാം സ്ഥലത്തെത്തുമ്പോൾ അമ്മയുണ്ട് അവിടെ. ഈശോ പഠിപ്പിച്ച അടുത്ത പ്രാർത്ഥനയാണ് അത്. ആ പ്രാർത്ഥനയാണ് ശിഷ്യന്മാർ ചെയ്ത പ്രാർത്ഥന. ആ പ്രാർത്ഥന ചെയ്തപ്പോഴാണ് അവരിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വന്നത്. 4-ാം സ്ഥലത്ത് ഈശോ തൻ്റെ അമ്മനെ കണ്ടുമുട്ടിയ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ഈ 4-ാം സ്ഥലത്ത് വെച്ച് കർത്താവായ യേശു ക്രിസ്തു അമ്മയെ കണ്ടുമുട്ടുമ്പോൾ അവർ തമ്മിൽ ലോകവിശേഷം പറയുകയായിരുന്നില്ല. അവർ പറഞ്ഞ 2 വിശേഷമാണ്. അവർ പരസ്പരം നോക്കി. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണും വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയവും. വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയം ആർക്കൊക്കെ എന്നറിയോ? അമ്മയോട് മധ്യസ്ഥം യാചിക്കുന്ന വ്യക്തിക്കും ആ മാധ്യസ്ഥം സ്വീകരിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കുമാണ് വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയമുള്ളൂ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഇതിൽ നിന്ന് കർത്താവ് ഒരു ശക്തി സ്വീകരിക്കുന്നുണ്ട്. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തിൽ നിന്ന് കർത്താവ് ഒരു ശക്തി സ്വീകരിക്കും. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണിൽ നിന്നും അല്ലെങ്കിൽ 2 കണ്ണിൽ നിന്ന് കർത്താവിന് ശക്തി സ്വീകരിക്കാൻ പറ്റും. എങ്ങനെ? പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് കടന്നു വരണമെങ്കിൽ അമ്മ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ വിതരണക്കാരിയെ കൂടാതെ സാധിക്കില്ല. നിലനിൽക്കില്ല. അല്ലാതെ കിട്ടുന്നതൊന്നും അല്ലാതെ കിട്ടുമായിരിക്കും, നിലനിൽക്കത്തില്ല. പൂർണ്ണത ഉണ്ടാവില്ല. അമ്മയെ കൂടാതെ ഒന്നിനും പൂർണ്ണതയില്ല.
ഈശോ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന അമ്മ എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. അമ്മ എന്ന് പറയുന്ന പ്രാർത്ഥനയാ. ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, അമ്മ കാണിച്ച അധികാരം കണ്ടോ? ലോകത്തിനോട് അമ്മ പറഞ്ഞില്ലേ അവൻ പറയുന്ന പോലെ ചെയ്. എന്ത് അധികാരം അമ്മ കാണിച്ചേ? പുത്രനോട് പറഞ്ഞില്ലേ അവർക്ക് വീഞ്ഞില്ല. രണ്ട് സ്ഥലത്തും ഒരുപോലെ അധികാരം കാണിക്കാൻ അമ്മയ്ക്കല്ലേ പറ്റിയുള്ളൂ. രണ്ട് സ്ഥലത്തോളം അധികാരം കാണിച്ചില്ലേ? ഒരു കൺഫ്യൂഷൻ ഉണ്ടായോ അമ്മയ്ക്ക് അവിടെ? യാതൊരു തരത്തിലും ഒരു കൺഫ്യൂഷൻ അമ്മയ്ക്ക് അവിടെ ഉണ്ടായില്ല. കാനായില് കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കാനായിട്ട് പുത്രൻ പോലും അറിഞ്ഞിട്ടില്ല, അമ്മ അറിഞ്ഞു എന്നുള്ളതാ. എങ്ങനെ അറിഞ്ഞു? അമ്മയ്ക്കറിയാം നീ ചോദിക്കുന്നതിന് മുമ്പ് നിന്റെ അടുത്ത് വരുന്നവൻ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നിനക്ക് പോകണമെന്നുള്ളത് നിന്റെ അമ്മയ്ക്കറിയാം. പരിശുദ്ധ കന്യക മറിയത്തിന് കാനായിലെ കല്യാണം നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാകും. അമ്മ അവിടെ അധികാരം കാണിക്കുന്നത് എങ്ങനെയാ? നീ ചെയ്തു കൊടുക്കുമോ എന്ന് ചോദിക്കുന്നില്ല. അവൻ പറയുന്നത് പോലെ ചെയ്യാൻ അമ്മ പറഞ്ഞു. മകനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. ഒറ്റ വാക്ക്, രണ്ട് ഗണത്തോടും ലോകത്തോടും സ്വർഗത്തോടും ഒരേപോലെ ഒരേ സമയം ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞവള് പരിശുദ്ധ കന്യക മറിയം മാത്രമേ ഉള്ളൂ. രണ്ടുപേരോടും പറഞ്ഞില്ലേ ഒറ്റയടിക്ക് പോയി ചെയ്. രണ്ടുപേരോടും പറഞ്ഞത് ചെയ്തു കൊടുക്കാനാ. രണ്ടു പേരോടും പറഞ്ഞത് ചെയ്തു കൊടുക്കാനാ. പുത്രനോടും പറഞ്ഞത് ചെയ്തു കൊടുക്കാനാണ്, ലോകത്തോടും പറഞ്ഞത് ചെയ്തു കൊടുക്കാനാ. രണ്ടും ചെയ്തു കൊടുക്കണം, എന്നാലേ പരിശുദ്ധാത്മാവ് നിറയുള്ളൂ. വെള്ളം വീഞ്ഞാകണമെങ്കിൽ രണ്ടുപേരും ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം മാത്രം തീരുമാനിച്ചാലും വെള്ളം വീഞ്ഞാവില്ല. മനുഷ്യൻ മാത്രം തീരുമാനിച്ചാലും വെള്ളം വീഞ്ഞാവില്ല. രണ്ടും ചേരണം. മനുഷ്യത്വം ദൈവത്വം സമന്വയിക്കുന്നിടത്താണ് വെള്ളം വീഞ്ഞാവത്തുള്ളൂ. മനുഷ്യത്വവും ദൈവത്വവും സമന്വയിപ്പിക്കണമെങ്കിൽ അവിടെ ഒരു മീഡിയേറ്റർ വേണം, അവിടെ ഒരു അഡ്വക്കേറ്റ് വേണം. അതാണ് പരിശുദ്ധ കന്യക മറിയം. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടും സമന്വയിക്കണമെങ്കിൽ സമന്വയിപ്പിക്കാൻ ഒരെണ്ണം വേണ്ടേ? അതാണമ്മ, അതാണ് പരിശുദ്ധമ്മ. അത് മാത്രമേ ഉള്ളൂ, പരിശുദ്ധമ്മ മാത്രമേ ഉള്ളൂ അവിടെ സമന്വയിപ്പിക്കാൻ പറ്റിയത്. രണ്ടുപേരോടും പറയാൻ അധികാരപ്പെട്ടവൾ അവൾ മാത്രമേ ഉള്ളൂ. വേറെ ആരുമില്ല, വേറെ ആരുമില്ല. ബാക്കി ഒരു സ്ഥലത്തിലും അമ്മ പുത്രനോട് പറയുന്നുമില്ല. വെള്ളത്തെ വീഞ്ഞാക്കണമെങ്കിൽ പുത്രനോട് അമ്മ പറയണം. എന്നിലുള്ള മാനുഷികത എന്ന് പറയുന്ന വെള്ളത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറവെന്ന് പറയുന്ന വീഞ്ഞാക്കണമെങ്കിൽ അമ്മ പറയണം. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെള്ളത്തെ വീഞ്ഞാക്കാനുള്ള ശക്തി സ്വർഗത്തിൽ നിന്ന് പുറപ്പെടണമെങ്കിൽ അമ്മ പറയണം. അതുകൊണ്ട് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന നീ അഭ്യസിച്ചിട്ടുണ്ടെങ്കിൽ നീ പിന്നെ പേടിക്കേണ്ട. അമ്മയുണ്ട് 4-ാം സ്ഥലത്ത്. അതുകൊണ്ടാണ് 4-ാമത്തെ കൽപ്പനയും മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് പറയുന്നത്. നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാൻ പറഞ്ഞിരിക്കുന്നത് വെറുതെ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ 4-ാമത്തെ കൽപ്പനയ്ക്ക് വേണ്ടി 4-ാം സ്ഥലത്ത് തന്നെ അമ്മ വന്ന് കണ്ടില്ലേ പുത്രനെ കുരിശിൻ്റെ വഴിയിൽ. പിന്നീട് അങ്ങോട്ട് ഈ പ്രാർത്ഥന തുടർന്നുകൊണ്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ കുരിശ് നോക്കാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട്, കൗറിയംകാരൻ. ഇത്രയേറെ ശിഷ്യന്മാരും ഒത്തിരി ആൾക്കാരുണ്ടായിട്ട് കർത്താവിൻ്റെ കുരിശ് നോക്കാൻ ഭാഗ്യം കിട്ടിയത് കൗറിയംകാരനാണ്. അവനുമുണ്ട് 2 മക്കള്, അവനുമുണ്ട് 2 മക്കള്. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ കുരിശ് വന്നപ്പോൾ ഇത്രയും വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അവനും വിചാരിച്ചിട്ടില്ല. കർത്താവിൻ്റെ കുരിശിൻ്റെ തുമ്പെടുത്ത് അവൻ്റെ തോളത്ത് വെച്ച് കൊടുക്കുമ്പോൾ ഈ കൗറിയംകാരൻ കർത്താവിൻ്റെ കുരിശ് ചുമക്കുന്ന ചുമക്കലിൽ ഈശോയിലേക്ക് നോക്കുന്നുണ്ട്. ഈശോയെ നോക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ നീ ചുമക്കുമ്പോൾ നീയും കൗറിയംകാരനാ. ഏതെല്ലാം സഹനം ഏറ്റെടുത്ത് നീ പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് കുരിശിൻ്റെ അറ്റം നീ പിടിക്കുന്ന പരിപാടിയാണ് ചെയ്യണത്. കർത്താവിനെ ഹെൽപ്പ് ചെയ്യല. യേശുവിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് യേശുവിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഏതെല്ലാം സഹനത്തെ നീ സ്വീകരിക്കുന്നുവോ, നീ സ്വീകരിക്കുന്ന സഹനങ്ങളെല്ലാം നിന്നെ കൗറിയംകാരനാക്കി മാറ്റും. യേശുവിനെ പ്രതി നീ സ്വീകരിക്കുന്ന സഹനങ്ങളെല്ലാം നിന്നെ കൗറിയംകാരനാക്കി മാറ്റും. അവിടെ ഒരാൾ നിന്നെ കുറ്റപ്പെടുത്താൻ വരില്ല. കുറച്ചും കൂടെ നന്നായിട്ട് പിടിക്കണമെന്ന് പറയാൻ ആരും വരില്ല.
പ്രിയപ്പെട്ട ദൈവജനമേ, അതിനും സ്വർഗത്തിൻ്റെ ഒരു നിശ്ചയം, തിരഞ്ഞെടുപ്പ് ആവശ്യമാണ്. സഹിക്കണമെങ്കിൽ, ഗൗരീങ്കാരനാകണമെങ്കിൽ, സഹിക്കണമെങ്കിൽ, കർത്താവിൻ്റെ കുരിശ് താങ്ങണമെങ്കിൽ സ്വർഗത്തിൻ്റെ നിശ്ചയം ആവശ്യമാണ്. അതുകൊണ്ട് നിന്റെ കണ്ണുനീരിന് നിന്റെ തിരഞ്ഞെടുപ്പ് ഉണ്ട്. നീ കരയണമെങ്കിൽ സ്വർഗത്തിൻ്റെ തിരഞ്ഞെടുപ്പുണ്ട്. നീ കരയണമെങ്കിൽ പോലും ദൈവത്തിൻ്റെ മുമ്പിൽ നീ ഇന്ന് കരയുന്നില്ലേ? മറ്റു മനുഷ്യരുടെ മുമ്പിൽ ഇരുന്ന് കരയുന്നതല്ല, ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നീ ഇരുന്ന് കരയണമെങ്കിൽ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടാകണം. അപ്പം നിന്റെ കണ്ണുനീരിന് പോലും എന്ത് വിലയുണ്ട് പ്രിയപ്പെട്ടവരെ. നീ ഒഴുക്കിയ കണ്ണുനീരിന് പോലും എന്ത് വിലയുണ്ട്. തിരഞ്ഞെടുത്തത് കൊണ്ടല്ലേ അവൻ്റെ മുമ്പിൽ ഇരുന്ന് കണ്ണീരൊഴുക്കാൻ നിനക്ക് പറ്റിയത്. അതിന് പോലും ദൈവം വില കൽപ്പിച്ചിട്ടില്ലേ? ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ മറ്റൊരു തലമാണ് ഗൗരീങ്കാരം ചെയ്ത് കാണിച്ചു തന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയെല്ലാം നമ്മൾ ചെയ്ത് ശീലിച്ച് കഴിഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ യേശുവിനെ 10ാം സ്ഥലത്ത് കൊണ്ട് നിർത്തുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ ആണ്ട് വിടുക ഓസ്ട്രേലിയൻ നഗരിയിലേക്ക്. ഇതെല്ലാം പറഞ്ഞാൽ തീരില്ല. 10ാം സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുമ്പോൾ അവിടെ കർത്താവിൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നുണ്ട്. കർത്താവിൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തിട്ട് അവനെ ജനിച്ചവിടെ നിർത്തും. സകല മനുഷ്യരും അവൻ്റെ അമ്മയും അവിടെയുള്ള സ്ത്രീകളൊക്കെ കാണുന്ന കാഴ്ചയാണ് ഈശോയെ കൊണ്ടുപോയി ജനിച്ചവിടെ നിർത്തണത്. എത്ര പ്രാവശ്യം നമ്മൾ കർത്താവിന് തുണി ഉലിഞ്ഞ് നിർത്തിയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. എത്ര പ്രാവശ്യം ഞാനും നിങ്ങളും ചെയ്ത ഓരോ ജഡിക പാപവും കർത്താവിനെ തുണി ഉലിപ്പിച്ച് നിർത്തിയതാണ്. ഞാനും നിങ്ങളും ചെയ്ത ഓരോ ജഡിക പാപത്തിലും ഈശോയെ നമ്മൾ ഇതുപോലെ നിർത്തിയിട്ടുണ്ട്. അന്ന് ഭടന്മാർ നിർത്തിയെങ്കിൽ ഇന്ന് നമ്മൾ നിർത്തണുണ്ട് ഈശോനെ. എത്ര ശുശ്രൂഷകരുണ്ട്, എത്ര പേരുണ്ട് ഇവിടെ. യേശുവിനെ അറിഞ്ഞതിന് ശേഷവും കർത്താവിനെ തുണി ഉലിയിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട ദൈവജനമേ, അവിടെ ഈശോ നമുക്ക് പഠിപ്പിച്ചതിനൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് വിശുദ്ധിയുടെ പ്രാർത്ഥന. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പ്രിയപ്പെട്ടവരെ പിന്നീട് അങ്ങോട്ട് കർത്താവിനെ കുരിശിൽ കിടത്തി ആണിയടിച്ച് ആണിയിൽ കയറ്റി കുരിശിൽ നിർത്തി, കുരിശിൽ കയറ്റി അവനെ തൂക്കി നിർത്തി അവസാനം അവനെ കൊല്ലുന്നത് വരെ ഈ പ്രാർത്ഥനയുടെ കണ്ടിന്യൂഷനുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞ് അവനെ കൊണ്ട് അടക്കുമ്പോൾ തീരുന്നതല്ല അവൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്. അടക്കിയതിന് ശേഷം 3 ദിവസത്തെ ഒരു കാത്തിരിപ്പുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള കാത്തിരിപ്പ്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നവരുടെ നിയോഗങ്ങൾ 3 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കാൻ പാടില്ല. കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നവർക്ക് വരുന്ന അസുഖം 3 ദിവസമേ ഉണ്ടാകാൻ പാടുള്ളൂ. കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നവർക്ക് വരുന്ന നിയോഗം 3 ദിവസം അതിനുള്ളിൽ നടന്നിട്ടുണ്ടാവണം. മരിച്ചടക്കപ്പെട്ട 3-ാം ദിവസം ഉദ്ധാനം ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ കർത്താവിന് വേണ്ടിയിട്ട് ആത്മാവിനെ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടത് നിനക്ക് വേണ്ടിയിട്ടല്ല, ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പെന്തക്കോസ്ത് അനുഭവ ധ്യാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കലാണെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ അയക്കുന്നതിന് വേണ്ടി തന്നെയാണ്. നിനക്ക് വേണ്ടിയിട്ടൊന്നും പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവിനെ നീ സ്വീകരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ അയക്കുന്നതിന് വേണ്ടി തന്നെയാണ്. കാരണം നീ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ തിരിച്ചു വിളിക്കാൻ അവൻ നിന്റെ മുന്നിലേക്ക് ചില വ്യക്തികളെ അയക്കുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി കയ്യിലേൽപ്പിക്കുന്നതാ പരിശുദ്ധാത്മാവിനെ. അവന് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി കുറച്ച് കാലഘട്ടത്തിലേക്ക് അവൻ നിന്റെ കയ്യിലേക്ക് വെച്ച് തരുന്നതാ ശുശ്രൂഷ ജീവിതം. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നവർക്ക് ഒരുപാട് കാലഘട്ടങ്ങളല്ലത്, ഒരു ചുരുങ്ങിയ കാലഘട്ടമാണ്, ചെറിയ അജഗണവുമാണ്. ഈ ചുരുങ്ങിയ കാലഘട്ടത്തിലേക്ക് അവൻ നമ്മുടെ കയ്യിലേക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വരദാന ഫലങ്ങളായിട്ട് വെച്ച് തരും. കിട്ടിയ അവസരം മുതലെടുക്കണം. ഓടാവുന്നതിൻ്റെ മാക്സിമം ഓടി തീർക്കണം. ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നന്മകൾ നിങ്ങൾ ചെയ്യണം. ഇപ്പം ഇന്ന് ധ്യാനം കൂടി ഈ കൃപ നഷ്ടപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ എത്ര പേർക്ക് യേശുവിനെ കൊടുക്കാൻ പറ്റും അത്രയും നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവണം. പറയാനുണ്ടാവണം, കർത്താവ് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ചാർജ് ഇറങ്ങിപ്പോയെന്ന് എന്നാലും പറഞ്ഞാൽ കുഴപ്പമില്ല, അതിനു മുൻപ് ഞാൻ ഇത്രയെങ്കിലും നേടി ഈശോയെ എന്ന് പറയാൻ പറ്റുന്നിടത്ത് ദൈവാത്മാവ് നിങ്ങളിൽ പ്രവർത്തിച്ചു. ഹല്ലേലൂയാ. അഭിഷേകത്തോടെ ഹല്ലേലൂയാ. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ ബലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയമാണ്. എഴുന്നേറ്റ് നിൽക്കാം. ഇവിടെ എല്ലാ നിയോഗങ്ങളും 3 നിയോഗം ഈ ബലിപീഠത്തിലേക്കൊന്ന് സമർപ്പിച്ചേ.
ഈ 3 നിയോഗങ്ങൾ അവിടെ നിന്ന് സ്വീകരിക്കണമേ. നിന്റെ കരുണയാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ബലിക്ക് യോഗ്യതയുള്ളവരാക്കി ഞങ്ങളെ ഓരോരുത്തരെയും എൻ്റെ നല്ല ഈശോയെ ഈ സമയം ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ തലമുറകളുടെ വിശുദ്ധീകരണത്തിന് ബലി കാരണമാവട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കൾക്ക് സ്വർഗം ലഭിക്കാൻ ഈ ബലി കാരണമാവട്ടെ. ഞങ്ങളുടെ നിരവധിയായിട്ടുള്ള പാപങ്ങൾ ഏറ്റെടുക്കുന്ന പരിഹാര ബലിയായിട്ട് ഇത് മാറ്റണം ഈശോയെ. നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളിൽ വർഷിക്കപ്പെടുവാനും വർഷിക്കപ്പെട്ട അഭിഷേകം നിലനിൽക്കുവാനും ഉള്ള അഭിഷേകമായിട്ട് ഈ ബലി ഞങ്ങളിൽ അങ്ങ് ഒരുക്കണമേ. കർത്താവ്, ബലി വസ്തുവായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിക്കുന്ന വൈദികരുടെ ആയിരിക്കണമേ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയം ലോകത്ത് എവിടെയെല്ലാം പരിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നുണ്ടോ, അർപ്പിക്കപ്പെടുന്ന ബലിയുടെ മുഴുവൻ യോഗ്യതയോടും വിശുദ്ധിയോടും ചേർന്ന് ബലി അർപ്പിക്കുന്ന ഓരോ പുരോഹിതൻ്റെയും തിരുപ്പട്ടത്തിൻ്റെ അഭിഷേകത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളിപ്പോൾ കർത്താവെ ബലിക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുകയാണ്. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആമേൻ.